കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓമേറ്റ്. എല്ലാവരും ഇങ്ങനെ വണ്ടിയിലേക്ക് തിക്കി തിരഞ്ഞ് കയറാനുള്ളൊരു തയ്യാറെടുപ്പിലുള്ളത്. എവിടേക്കാണ് യാത്ര എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടല്ലേ? ദൂരെ എവിടെയല്ല, അബുദാബിയിൽ തന്നെയുള്ളൊരു യാത്രയാണ്. യാത്രയുടെ ഡ്രൈവർ ഇന്ന് പുതിയൊരാളാണ്, ഒരു പുതുമുഖം. ഇത് എൻ്റെ പെങ്ങളെ കുട്ടിയാണ്, നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ മരുമകൻ. അങ്ങനെ ഹിഷാമാണ് ഇന്ന് നമ്മളെ ഡ്രൈവറായിട്ട് വരുന്നത്. ഹിഷാമിൻ്റെ പുതിയ ലൈസൻസ് എടുത്തതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കുറേ നാളുകളായിട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെയാവട്ടെ തിരക്കൊഴിയട്ടെ എന്ന് വിചാരിച്ചു, നീണ്ടു പോയി. അപ്പോൾ ഇന്നെന്തായാലും എല്ലാവരും കൂടി ഒന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അത് ദൂരേടിയല്ല, അബുദാബിയിൽ തന്നെയുള്ള വളരെ പ്രസിദ്ധമാർന്ന, എന്താ പറയുക, എല്ലാവരും മൊത്തം ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. എന്താണെന്നല്ലേ വഴി പറയാം. ഇത്രയും പേരാണ് ഈ വണ്ടിയിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പം 7 പേര്. ഡ്രൈവർ അതിൻ്റെ ഇടയിൽ ഡ്രൈവറൊന്ന് മാറ്റി കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം ഓടി. അപ്പം ഫുഡൊന്നും കഴിക്കാതെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കണം. എല്ലാവരും കുറച്ച് വിശന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണുള്ളത്. ഇതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് അബുദാബിയുടെ തന്നെ അഭിമാനമായി മാറിയ, അല്ലെങ്കിൽ UAEയുടെ അഭിമാനമായി മാറിയിരുന്ന ഹിന്ദു മന്ദിർ കാണാനുള്ള യാത്രയാണിത്. അതിൻ്റെ ഓരോരോ വിഷയങ്ങളും അതിൻ്റെ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലുള്ളത്. നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു ശ്രീലങ്കൻ പെണ്ണാണ് ഇവിടെ സപ്ലൈയർ ആയിട്ടുള്ളത്. ഞാൻ ആദ്യം ശങ്കിച്ചു പോലെ തമിഴോ കന്നഡയായിട്ടാണെന്ന് വിചാരിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എല്ലാം ശ്രീലങ്കയാണ്. വളരെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മലയാളി ഭാഷകൾ പല ഭാഗത്തും പല ആളുകളും പഠിച്ചു എന്നതാണ് നമുക്ക് പറയാം. ഓരോരാളും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തു. ഇവർക്ക് ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ പതിവ് പോലെ തന്നെ എൻ്റെ സാധാ നാടൻ ചോറും നല്ല മോട്ടച്ചാവലും. പക്ഷേ പൊതിച്ചോറ് എങ്ങനെയുണ്ട് നോക്കട്ടെ. പക്ഷേ ഒരു ശ്രീലങ്കൻകാരെ ഒരു പൊതിച്ചോറുണ്ട് കേട്ടോ, അതൊന്ന് ആയിരിക്കും ഏറ്റവും കഴിച്ചു നോക്കണം. സൂപ്പറാണ്. ഈ സപ്ലയർ ശ്രീലങ്ക ആയതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അതുകൊണ്ട് എവിടെ നിന്ന് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ശ്രീലങ്കയുടെ ഒരു പൊതിച്ചോറുണ്ട് ഇതുപോലുള്ള സംഭവം, സൂപ്പറായിരിക്കും. അപ്പം അവസരം കിട്ടുന്നവർ അത് കഴിച്ച് നോക്കുക. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് UAEയിൽ, അബുദാബിയിലും ദുബായിലൊക്കെ ഇഷ്ടംപോലെ ശ്രീലങ്കൻ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ നാട്ടിലെയും ഭക്ഷണങ്ങളും നമ്മൾ എന്താ പറയുക, ഒന്ന് ടേസ്റ്റ് അറിഞ്ഞ് നോക്കുക. അത് നമുക്ക് ഇവിടുന്നേ പറ്റത്തുള്ളൂ, നാട്ടിലൊന്നും പോയി കഴിഞ്ഞാൽ പറ്റുന്നില്ല. അപ്പം ഇവിടുന്ന് മിക്ക എല്ലാ രാജ്യങ്ങളെയും അവരവരുടെ ഫുഡുകളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് നല്ല എന്താ പറയുക, തണൽ മരങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെ ഇരുന്ന് നല്ല കാറ്റും ഉണ്ട്, നല്ല കാലാവസ്ഥയും. അപ്പോൾ അല്പം ഇവിടെ നിന്ന് വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ലക്ഷ്യമെടുത്തേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ, ഹിന്ദു മന്ദിർ. അബുദാബിയിൽ ഈ അടുത്ത കാലത്ത് ഓപ്പൺ ആയിട്ടുള്ള ഹിന്ദു മന്ദിർ കാണാനാണ്. അങ്ങനെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും കഴിഞ്ഞ് ടിക്കറ്റൊക്കെ കയ്യിൽ കിട്ടി. ഞങ്ങൾ ഓരോരാളും അതിൻ്റെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കടന്നു. നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ്. UAEയിൽ ഞാൻ ഇവിടെ വന്ന കാലത്തൊക്കെ അറിയപ്പെട്ടിരുന്നത് ബർദുബൈയിൽ ഒരു അമ്പലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1958 ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം ആണ് അവിടെ ഓപ്പൺ ആക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കടകൾക്ക് ഇടയിൽ ഒരു ചെറിയൊരു സ്ഥലം ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി അന്ന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് അബുദാബിയിലുള്ള ഇപ്പോൾ അടുത്ത കാലത്ത് ഓപ്പൺ ആയിട്ടുള്ള ഹിന്ദു മന്ദിർ എന്ന ക്ഷേത്രത്തിന്, അല്ലെങ്കിൽ ഒരു മന്ദിരത്തിന് മുന്നിൽ ആണുള്ളത്. ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രതിഷ്ഠയുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് അകത്ത് പോയിട്ട് കണ്ടിട്ട് വിശദമായിട്ടുള്ള വിവരം നിങ്ങളിലൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ പോലെയല്ലേ തമിഴ്നാട്ടിലുള്ള. അബുദാബിയിൽ 2024 ഓപ്പൺ ആയിട്ടുള്ള ഹിന്ദു മന്ദിറാണിത്. 2019 ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2015 ഇങ്ങനൊരു
സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടി യു എ ഗവൺമെൻറ് ഒരു വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് 2024 ഈ ഒരു മന്ദിരം ഓപ്പണായി. അങ്ങനെ വണ്ടിക്ക് വെച്ചിട്ട് ഒരുപാട് നടക്കാനുണ്ട് എന്തായാലും. പക്ഷെ നടക്കുന്ന വഴികളൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത് തന്നെ ഒരു നടത്തം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിനകത്തേക്കുള്ള ഒരു പ്രത്യേകത. മാർബിൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള തറകളാണ്. ഇവിടെ നല്ല തണുപ്പേറിയ സ്ഥലം. നമ്മൾ എന്താ പറയുക, കുട്ടിക്കാലം മുതലേ ഈ ക്ഷേത്രവും അതുപോലെ തന്നെയായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഥകളും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സുഹൃത്തുക്കൾ വഴിയൊക്കെ അറിയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്യമായിട്ട് നമുക്ക് തോന്നാറില്ലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ നിന്ന് രാവിലെ തന്നെ കേൾക്കാറുള്ള ഒരു സുപ്രഭാതമുണ്ട്. കൗസല്യ സുപ്രചാരാമ പൂർവ സന്ധ്യ പ്രവർത്തതി ഉത്തിഷ്ഠ നരശാർദുല കർത്തവ്യം ദൈവമാഹനികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു. ഇതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മുടെ പള്ളിയിൽ നിന്ന് രാവിലെ ബാങ്ക് കൊടുക്കുമ്പം അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഉറക്കിനേക്കാളും നല്ലത് നിസ്കാരമാണ്, നിസ്കാരത്തിലേക്ക് കടന്നു വരൂ എന്നുള്ളൊരു വചനങ്ങളുണ്ടല്ലോ. അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സുപ്രഭാതത്തിലുള്ള ഇതിൽ പറയുന്നത്. കൗസല്യയുടെ പുത്രനായ രാമ പ്രഭാതമായിരിക്കുന്നു, എഴുന്നേൽക്കൂ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. എത്ര മനോഹരമായിട്ടുള്ളതാണല്ലേ. എല്ലാവരും രാവിലെ എഴുന്നേൽക്കാൻ അവരവരുടെ പ്രാർത്ഥനകളിൽ ഏർപ്പെടുക, എന്നിട്ട് ജോലിക്ക് പോവുക. ഇതൊക്കെയാണ് എല്ലാ മതങ്ങളും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞ് ഒരുപാട് കാട് കയറിപ്പോയി അല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് അബുദാബിയിലുള്ള ഹിന്ദു മന്ദിരത്തിലാണുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള നല്ല കൊത്തുപണിയോടുള്ള എന്താ പറയുക ഒരു മന്ദിരമാണ് ഇവിടെയുള്ളത്. BAPS സ്വാമിനാരായണ സംസ്ഥാൻ നിർമ്മിച്ച പരമ്പരാഗത ഹിന്ദു മന്ദിരമാണ് ഈ കാണുന്നത്. 1997 പ്രമുഖ് സ്വാമി മഹാരാജ് അബുദാബിയിൽ ഒരു മന്ദിരം വിഭാവനം ചെയ്തു. 2015 ഓഗസ്റ്റിൽ UAE സർക്കാർ മന്ദിറിനായി സ്ഥലം നൽകാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ മന്ദിറിനായി 27 ഏക്കർ ഭൂമി സമ്മാനമായി നൽകുകയാണ് ചെയ്തത്. 2019 സെപ്റ്റംബറിൽ മന്ദിറിന് നിയമപരമായി പദവി ലഭിച്ചു. 2019 ഡിസംബറിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. വടക്കൻ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലും ഇറ്റലിയിൽ നിന്നുള്ള മാർബിളും ഉപയോഗിച്ചാണ് മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത്. മന്ദിറിന് 108 അടി ഉയരവും 180 അടി വീതിയുമുണ്ട്. UAE, ആഫ്രിക്ക, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യ, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 200-ലധികം തൊഴിലാളികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. UAEയുടെയും ഇന്ത്യയുടെയും നല്ല ബന്ധങ്ങളെ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത മത പശ്ചാത്തലത്തിലുള്ള ആളുകൾക്കിടയിൽ ധാരണ, സ്വീകാര്യത, ഐക്യം എന്നിവ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു പ്രതീകമായിട്ട് ഈ മന്ദിർ മാറിയിരിക്കുന്നു. ഭംഗിയേറിയ കൊത്തുപണികൾ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ കൊത്തുപണികളിൽ രാമായണം, ശിവപുരാണം, ഭാഗവതം, മഹാഭാരതം, ഹിന്ദു വ്യക്തികളുടെ ജീവിതം എന്നിവയിൽ നിന്നുള്ള കഥകൾ മാത്രമല്ല, അറേബ്യൻ, ഈജിപ്ഷ്യൻ, മെസൊപ്പൊട്ടാമിയൻ, തദ്ദേശീയ അമേരിക്കൻ, മറ്റ് നാഗരികതകളിൽ നിന്നുള്ള കഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രസാദം കിട്ടുന്ന സ്ഥലമാണ്. അതിന് സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ ഇത് കൗണ്ടർ ഓപ്പൺ ആവുകയുള്ളൂ. ഇതിനകത്ത് 6-7 പ്രതിഷ്ഠകളുണ്ട്. പക്ഷെ അതിനകത്ത് വീഡിയോ അലൗഡ് ഇല്ല, ഫോട്ടോ വീഡിയോഗ്രാഫി അലൗഡ് ഇല്ല. അതിൻ്റെ പേരിൽ തന്നെ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്വാമി നാരായണൻ, ഗുണതീതാനന്ദ, പിന്നെ രാധയും കൃഷ്ണനുണ്ട്, ശിവ, പാർവതി, കാർത്തികേയ, ഗണേഷ്, രാമ, സീത, ലക്ഷ്മണൻ ആൻഡ് ഹനുമാൻ, പിന്നെ വെങ്കടേശ്വർ ആൻഡ് പത്മാവതി, ജഗന്നാഥ്. അങ്ങനെ അബുദാബിയിലുള്ള മന്ദിരമൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും വീണ്ടും തിരിച്ച് വരികയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുക. ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ നെറ്റ്.